സാമൂഹിക മാധ്യമങ്ങളിലെ വിവാദ പോസ്റ്റുകളുടെ പേരിൽ നിയമ നടപടി നേരിട്ടിരുന്ന അശോക സർവകലാശാല പ്രൊഫസർ അലി ഖാൻ മഹുദാബാദിന് ആശ്വാസം. പ്രൊഫസർക്കെതിരെയുള്ള കേസ് തുടരേണ്ടതില്ലെന്ന് ഹരിയാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നീക്കവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പങ്കുവച്ച പോസ്റ്റുകളാണ് വിവാദമായതും അറസ്റ്റിലേക്ക് നയിച്ചതും. ഏകദേശം 10 മാസത്തെ നിയമ പോരാട്ടത്തിന് ശേഷമാണ് ഇപ്പോൾ കേസ് അവസാനിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് അലി ഖാൻ മഹുദാബാദിനെ ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. സൈന്യത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ദൗത്യത്തെക്കുറിച്ചുള്ള വാർത്താ സമ്മേളനങ്ങളെ ഒപ്റ്റിക്സ് അഥവാ വെറും കാഴ്ചാ പ്രകടനം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നു. ഈ പ്രസ്താവന സൈന്യത്തെ അവഹേളിക്കുന്നതാണെന്നും സമൂഹത്തിൽ സ്പർദ്ധ വളർത്തുന്നതാണെന്നും ആരോപിച്ച് ഹരിയാന വനിതാ കമ്മീഷനും ഒരു ഗ്രാമപഞ്ചായത്തും നൽകിയ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരമായിരുന്നു നടപടി. കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ എത്തിയപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നടപടികളെ കോടതി നിശിതമായി വിമർശിച്ചിരുന്നു. പ്രൊഫസറുടെ മൊബൈൽ ഫോണും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചെടുത്തത് തെറ്റായ നടപടിയാണെന്ന് കോടതി നിരീക്ഷിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിനും വിചാരണ നടപടികൾക്കും കോടതി നേരത്തെ സ്റ്റേ അനുവദിച്ചിരുന്നു. പ്രൊഫസറെ വേട്ടയാടാനല്ല, മറിച്ച് നിയമം കൃത്യമായി പാലിക്കാനാണ് അന്വേഷണ സംഘം ശ്രമിക്കേണ്ടതെന്ന് കോടതി ഓർമ്മിപ്പിച്ചിരുന്നു. തിങ്കളാഴ്ച കോടതി കേസ് വീണ്ടും പരിഗണിച്ചപ്പോഴാണ് അപ്രതീക്ഷിതമായ ഹരിയാന സർക്കാർ തങ്ങളുടെ നിലപാട് മാറ്റിയത്. അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു സർക്കാർ തീരുമാനം കോടതിയെ അറിയിച്ചു. ഇതൊരു പ്രത്യേക സാഹചര്യമായി പരിഗണിച്ച് പ്രൊഫസർക്കെതിരെയുള്ള വിചാരണ നടത്താനുള്ള അനുമതി നൽകേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനിച്ചു. ഇതോടെ സോണിപത്ത് കോടതിയിലുള്ള ക്രിമിനൽ കേസ് അവസാനിപ്പിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. കേസ് അവസാനിപ്പിച്ചെങ്കിലും പ്രൊഫസർക്ക് സുപ്രീം കോടതി ചില കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എഴുത്തുകാരും പണ്ഡിതരും ഇത്തരം സെൻസിറ്റീവായ വിഷയങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. വരികൾക്കിടയിലൂടെ എഴുതുന്നത് പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ടെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. സർക്കാർ ഉദാരത കാണിക്കുമ്പോൾ അത് ഉൾക്കൊണ്ട് ഭാവിയിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും കോടതി അലി ഖാൻ മഹ്മൂദാബാദിനോട് ആവശ്യപ്പെട്ടു. അഭിപ്രായ സ്വാതന്ത്ര്യവും രാജ്യസുരക്ഷയും തമ്മിലുള്ള നേർത്ത നൂൽപാലത്തിലൂടെയുള്ള ചർച്ചകൾക്ക് ഈ കേസ് വഴിയൊരുക്കിയിരുന്നു. 10 മാസത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ പ്രൊഫസർക്ക് ലഭിച്ച ഈ ആശ്വാസം അക്കാദമിക് മേഖലയിലും വലിയ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്.